ഈ 18ാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ അവസാനിച്ചു. അതിൻ്റെ റിസൾട്ടുകളും പുറത്തു വന്നു. എന്തായാലും നരേന്ദ്രമോദി തന്നെ വീണ്ടും പ്രധാനമന്ത്രിയാകും എന്നതും ഉറപ്പാണ്. പക്ഷേ ഈ വിജയം ഇത് എന്നെ പോലുള്ളവരെ വലിയ കാര്യമായിട്ട് ആഹ്ലാദിപ്പിക്കുന്നില്ല എന്ന് ഞാൻ തുറന്നു തന്നെ പറയുകയാണ്. ഒരു കാര്യം ഇവിടെയുണ്ട്. അതായത് 10 വർഷം 2 ടേം തുടർച്ചയായി ഭരിച്ചതിന് ശേഷം മൂന്നാമത് ഒരു സർക്കാർ അതേ സർക്കാർ തെരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്യുമ്പോൾ അത് അത്ര ഈസി ആവില്ല എന്ന് BJP മനസ്സിലാക്കുന്നതിൽ BJPക്ക് ഇത്തിരി പിഴവ് പറ്റിയോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു, മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഞാനങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാര്യം ഇതിനു മുമ്പ് ഒരേ നേതാവിൻ്റെ കീഴിൽ ഒരേ പാർട്ടി തുടർച്ചയായി മൂന്നാമത്തെ തവണ അധികാരത്തിൽ വന്നത് 1962 ജവഹർലാൽ നെഹ്റു മാത്രമാണ്. അതും അന്ന് പ്രതിപക്ഷം എന്ന് പറയുന്നൊരു സാധനം ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. ഇവിടെ കാര്യമായ അങ്ങനെ ചിതറിക്കിടക്കുന്ന അന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലായിരുന്നു. ഇവിടെ പ്രതിപക്ഷങ്ങൾ കഴിയുന്നത്ര ഒരുമിച്ച് നിൽക്കാൻ അവർ ശ്രമിച്ചു. വളരെ അഗ്രസീവായിട്ടുള്ള പ്രചാരണം നടത്തുന്നു. ഇത് അവരുടെ ഒരു ലാസ്റ്റ് ചാൻസാണ്. അവർ ഏത് ലെവൽ വരെയും എങ്ങനെയും അഗ്രസീവായിട്ട് പ്രചരണം നടത്തും. അതൊക്കെ മനസ്സിലാക്കി തന്നെ വേണമായിരുന്നു. അതെന്തുകൊണ്ടാണ് ആ പിഴവ്? നമുക്ക് ചാണക്യൻ എന്നാണ് അമിത്ഷാ പറയാറ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറങ്ങിയാൽ കാര്യങ്ങൾ എളുപ്പമാകുമെന്നും ഒക്കെ ഉറപ്പുള്ളതാണ്. എത്രയോ സംസ്ഥാന ഇലക്ഷനുകളിൽ അടക്കം പോരാടി വിജയിച്ചതാണ്. UP പോലെ ഇങ്ങനെ കൈവെള്ളയിലിരുന്ന ഒരു സംസ്ഥാനം ഇത്രയേറെ ഒലിച്ചുപോയത് രജപുത് വികാരമാണോ, ജാതി വികാരമാണോ, യോഗി പറഞ്ഞ സ്ഥാനാർത്ഥികളെ മാറ്റിയതാണ്? അല്ല, ഞാൻ പറഞ്ഞതല്ല. യോഗി പറഞ്ഞ അത് അങ്ങനത്തെ വിഷയമില്ല. ഇവിടെ അമിത ആത്മവിശ്വാസം, ഓവർ കോൺഫിഡൻസ് ഒരു വലിയ തിരിച്ചടിയായിട്ടുണ്ട്, ഒരു ഘടകമായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. വലിയൊരു ശതമാനം ജനങ്ങൾ, വളരെ നല്ലൊരു ശതമാനം ജനങ്ങൾ എന്തായാലും മോദി ജയിക്കും, BJP ജയിക്കും. പിന്നെ ഈ കൊടുഞ്ചൂടത്ത് പോയി അവിടെ നിന്ന് വോട്ട് ചെയ്യുന്നത് എന്തിനാ? അങ്ങനെ ഒരു കാര്യമുണ്ട്. കാര്യം ഈ അമിതാത്മവിശ്വാസം പ്രചരിപ്പിച്ചാൽ അങ്ങനെ ഒരു സെറ്റ് ബാക്കും കൂടി ഉണ്ടാകും. അങ്ങനെയുള്ള സെറ്റ് ബാക്ക് കൂടി ശരിയാണ്. വോട്ടേഴ്സ് ഫെറ്റീഗ് ഉണ്ടായോ എന്ന ചർച്ച, അത് നേരത്തെ തുടക്കത്തിലെ അങ്ങനെ ഒരു സാധ്യത കണക്കാക്കിയതാണ്. ഇനി അതിലേക്കൊക്കെ ചർച്ചകൾ പോകുന്നുണ്ട്.